ജയ് മാതാ. ചരണം ശരണം രാമാംബികേ, ചരണം ശരണം ത്രയംബകേ. ഇല്ലായ്മയിൽ നിന്ന് എന്നെ സത്തയിലേക്ക് നയിക്കുക, ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കുക, മരണത്തിൽ നിന്ന് എന്നെ മരണമില്ലായ്മയിലേക്ക് നയിക്കുക. മാർച്ച് 8 ചൊവ്വാഴ്ച പുലർന്നു. എൻ്റെ ദീക്ഷാ ദിവസം. ഞാൻ നേരത്തെ കുളിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഭർത്താവിൻ്റെയും അനുഗ്രഹങ്ങൾക്കായി ഞാൻ നിശബ്ദമായി പ്രാർത്ഥിച്ചു. അന്ന് എൻ്റെ അമ്മയുടെ ജന്മദിനമായിരുന്നു. അതുകൊണ്ട് അത്തരമൊരു ശുഭദിനത്തിൽ എനിക്ക് ദീക്ഷ ലഭിക്കുന്നു എന്നത് എനിക്കൊരധിക സന്തോഷത്തിൻ്റെ ഉറവിടമായിരുന്നു. ഞാനും എൻ്റെ സഹോദരിയും രാവിലെ ഏകദേശം 9 മണിയോടെ മാമ്പലത്തെത്തി. ഏകദേശം 1/4 മണിക്കൂറോളം എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ചില സ്ത്രീകളോട് സംസാരിച്ചിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നെങ്കിലും എനിക്ക് വളരെയധികം ആവേശം തോന്നി. ഞാൻ വാതിലിൻ്റെ അടുത്ത് അമ്മയെ കണ്ടു. എന്നെ പിന്തുടരാൻ അമ്മ ആംഗ്യം കാണിച്ചു. ദീക്ഷയെക്കുറിച്ച് ഒരു ആശയം അവതരിപ്പിക്കാൻ ഞാൻ വലിയ വിനയത്തോടെയാണ് ധൈര്യപ്പെടുന്നത്. അത് വാക്കുകൾക്ക് അതീതമാണ്. അത് തിരിച്ചറിയുവാൻ ഒരാൾക്ക് സ്വയം അനുഭവപ്പെടണം. അത് എൻ്റെ കണ്ണുകളിൽ നിന്ന് മൂടുപടം ഭാഗികമായി നീക്കം ചെയ്യുകയും അമ്മയുടെ യഥാർത്ഥ വലിപ്പത്തിൽ എനിക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. മുന്നോട്ടു പോകാൻ എന്നെ അനുഗ്രഹിക്കാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പൂജാമുറിയിൽ പ്രവേശിച്ചു. അമ്മ വാതിലടച്ചു. മുറിയുടെ കിഴക്ക് ഭാഗത്ത് ശ്രീചക്രം പ്രതിഷ്ഠിച്ചിരുന്നു. ഞാൻ ശ്രീചക്രത്തിന് മുന്നിൽ പ്രണമിച്ച് അമ്മ നിർദ്ദേശിച്ചതുപോലെ കിഴക്കോട്ട് അഭിമുഖമായി ഇരുന്നു. അമ്മ എൻ്റെ അടുത്തിരുന്ന് ഏതാനും നിമിഷം എൻ്റെ ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. പുണ്യമായ മഹാവാക്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അമ്മ എനിക്ക് വിശദീകരിച്ചു തന്നു. അതിൻ്റെ വലിയ പ്രാധാന്യം എനിക്ക് മനസ്സിലാക്കി തന്നു. തുടർന്ന് അമ്മ എന്നെ മഹാവാക്യത്തിലേക്ക് ദീക്ഷിപ്പിക്കുകയും പുറമേയുള്ള നോട്ടം എങ്ങനെ ഉള്ളിലേക്ക് തിരിക്കാമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. മന്ത്രം ആവർത്തിക്കാനും കണ്ണുകളടച്ച് ധ്യാനിക്കാനും എന്നോട് ആവശ്യപ്പെട്ടു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിവരിക്കാനാവാത്ത ഒരു ശക്തി എൻ്റെ ഉള്ളിൽ പ്രകമ്പനം കൊള്ളുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അതെൻ്റെ മനസ്സിനെ ഉയരങ്ങളിലേക്ക് പറത്തി. ഒരു പ്രകാശമുള്ള പാത എൻ്റെ മുന്നിൽ ദൃശ്യമായി. അതേ ശക്തി എന്നെ ആ തിളക്കമുള്ള പാതയിലൂടെ നയിച്ചപ്പോൾ എൻ്റെ ഭാവനകൾക്കോ സ്വപ്നങ്ങൾക്കോ ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത സൗന്ദര്യവും പ്രൗഢിയുമുള്ള സ്വർഗീയ ദൃശ്യങ്ങൾ ഇരുവശത്തും പ്രത്യക്ഷപ്പെട്ടു. ഉയർന്നതിലും ഉയർന്നതിലേക്ക് ഞാൻ നയിക്കപ്പെട്ടു. പ്രകാശമുള്ള പാത കൂടുതൽ കൂടുതൽ തിളക്കമുള്ളതായി മാറി. ഒടുവിൽ എല്ലാം ഒരു മഹത്തായ പ്രകാശത്തിൽ ലയിച്ചു. എൻ്റെ അലഞ്ഞു തിരിയുന്ന മനസ്സ് സ്ഥിരത കൈവരിക്കുകയും ആ ദിവ്യമായ ആന്തരിക പ്രകാശത്തിൻ്റെ പരമമായ മഹത്വത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത സമാധാനം നേടുകയും ചെയ്തു. എത്ര നേരം ഞാൻ ആ ആനന്ദകരമായ അവസ്ഥയിൽ തുടർന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ണു തുറന്നു. എനിക്ക് മരവിച്ചതുപോലെ തോന്നി. ചുറ്റും നോക്കി. എൻ്റെ അരികിൽ പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയ എല്ലാ വികാരങ്ങളും എനിക്ക് വ്യക്തമായി ഓർക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഹൃദയം നിറഞ്ഞിരുന്നു. അത്ഭുതം, ഭക്തി, സ്നേഹം എല്ലാം കൂട്ടമായി വന്നു. എന്തിനാണെന്നറിയാതെ എൻ്റെ കവിളിലൂടെ കണ്ണുനീരൊഴുകി. ഞാൻ അമ്മയുടെ കാൽക്കൽ മുട്ടുകുത്തി. എൻ്റെ മരവിച്ച മനസ്സ് അമ്മയിൽ പരമമായ ശക്തിയുടെ മിന്നലാട്ടങ്ങൾ കണ്ടു. എന്നാൽ അപ്പോഴും എനിക്ക് ലഭിച്ച സമ്മാനത്തിൻ്റെ വലിപ്പം തിരിച്ചറിയാൻ കഴിഞ്ഞോ? പിന്നീട് അമ്മ എന്നോട് പറഞ്ഞതുപോലെ ചിലപ്പോൾ കാന്തത്തിന് ആദ്യ കാഴ്ചയിൽ ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിയാതിരിക്കാം. കാരണം ഇരുമ്പിൽ തുരുമ്പ് പിടിച്ചിരിക്കാം. തുരുമ്പ് നീക്കം ചെയ്യുമ്പോൾ ഒരു ഇടിമിന്നൽ പോലെ ഇരുമ്പ് കഷ്ണങ്ങൾ കാന്തത്തിലേക്ക് പാഞ്ഞെടുക്കുന്നു. അതുപോലെ അന്ന് എന്നിലും
എൻ്റെ പ്രശ്നങ്ങളിലും മാത്രം മുഴുകിയിരുന്ന എൻ്റെ മനസ്സിന് പൂർണ്ണമായ തിരിച്ചറിവ് നേടാൻ അമ്മയ്ക്ക് ആ തുരുമ്പ് നീക്കം ചെയ്യേണ്ടി വന്നു. തുടർന്ന് അമ്മ എൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരു ശിഷ്യ എന്ന നിലയിൽ എനിക്ക് ഉപദേശങ്ങൾ നൽകി. കൂടാതെ മനുഷ്യരാശിയുടെ മുഴുവൻ പ്രയോജനത്തിന് വേണ്ടിയുള്ള തൻ്റെ ശിക്ഷണങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ എനിക്ക് വിശദീകരിച്ചു തന്നു. അവ ഒരു ശിഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറേണ്ടതാണ്. ഈ നിമിഷം മുതൽ ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എന്നിൽ അഭയം പ്രാപിച്ചിരിക്കുന്നതിനാൽ പല ജന്മങ്ങളിലെയും മോശം കർമ്മങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. എൻ്റെ ദിവ്യജ്ഞാനത്തിൻ്റെ അഗ്നിയിൽ അവ കത്തിയെരിയുന്നു. ഇനി മുതൽ ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നിങ്ങൾ സ്വയം മെച്ചപ്പെടാൻ ശ്രമിക്കണം. നിങ്ങളുടെ ഭാവിയിലെ നല്ലതും ചീത്തയുമായ എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന് മനസ്സിൽ കരുതുക. അതിനാൽ എപ്പോഴും നന്മ ചെയ്യാൻ പരമാവധി ശ്രമിക്കുകയും എന്നിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ നീതിയുക്തമാക്കുകയും ചെയ്യുക. അതാണ് നിങ്ങൾക്ക് എനിക്ക് നൽകാൻ കഴിയുന്ന ഏക ദക്ഷിണ. ആരിലും കുറ്റം കണ്ടെത്തരുത്. മറ്റൊരാളെക്കുറിച്ച് മോശമായി സംസാരിക്കരുത്. എപ്പോഴും സത്യസന്ധയാകാൻ ശ്രമിക്കുക. എന്നാൽ സത്യം പറയുമ്പോൾ മറ്റൊരാൾക്കും ദോഷം വരാതിരിക്കാൻ വലിയ ശ്രദ്ധ നൽകണം. കാരണം സത്യത്തിൽ ഹിംസയ്ക്ക് സ്ഥാനമില്ല. അതിനാൽ മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാൻ എപ്പോഴും ശ്രമിക്കുക. നിങ്ങൾ മനസ്സിൻ്റെ സമനില വളർത്തണം. അമിതമായി സന്തോഷിക്കുകയോ വിഷാദത്തിലാകുകയോ ചെയ്യരുത്. ഈശ്വരന് സ്വയം സമർപ്പിക്കുക. ദിവ്യഹിതത്തിൽ നിലയുറപ്പിച്ച് വരുന്നതെന്തും ശാന്തമായി സ്വീകരിക്കുക. അങ്ങനെ അസ്വസ്ഥമായ മനസ്സിന് സമാധാനം വരും. ചിത്തത്തിൽ വസിക്കുന്ന 6 വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്കൊപ്പം എപ്പോഴും എൻ്റെ സഹായമുണ്ടാകുമെന്നും നിങ്ങളുടെ എല്ലാ നല്ല സംരംഭങ്ങളും പൂർത്തിയാക്കാൻ എളുപ്പമാകുമെന്നും ഉള്ള വിശ്വാസം വെച്ചു പുലർത്തുക. നിങ്ങളുടേത് ഗൃഹസ്ഥാശ്രമ ധർമ്മമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കർത്തവ്യത്തെക്കുറിച്ച് എപ്പോഴും പൂർണ്ണമായി ബോധവതിയായിരിക്കണം. പതിഭക്തി തന്നെയാണ് പരമമായ ആത്മീയ ഉണർവിന് ഏറ്റവും വലിയ മാർഗം. നിങ്ങളുടെ ആത്മീയ സൗധം പതിഭക്തിയുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കണം. ഒരു സ്ത്രീക്ക് അതിലും വലുതായി മറ്റൊന്നില്ല. നിങ്ങളുടെ ഭർത്താവിനെ ജീവനുള്ള ഈശ്വരനായി ആരാധിക്കുക. നിസ്വാർത്ഥമായ സ്നേഹത്തോടും ഭക്തിയോടും കൂടി അദ്ദേഹത്തെയും മക്കളെയും സേവിക്കുക. അപ്പോൾ ഈശ്വരനിലേക്കുള്ള പാത നിങ്ങൾക്ക് മുന്നിൽ തുറക്കും. ഓർക്കുക, നിങ്ങൾ ഗൃഹലക്ഷ്മിയാണ്. വീടിൻ്റെ അധിഷ്ഠാന ദേവതയാണ്. നിങ്ങളുടെ ശക്തികൾക്ക് അതിരുകളില്ല. നിങ്ങൾക്ക് ചുറ്റും പരത്താൻ കഴിയുന്ന നല്ല സ്വാധീനത്തെക്കുറിച്ച്, നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുന്ന ആദർശത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ എപ്പോഴും ഒരുപോലെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കണം. കഠിനമായ വാക്കുകൾ പരാജയപ്പെടുന്നിടത്ത് ദയയും സൗമ്യതയുമുള്ള വാക്കുകൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതിഥികളോടുള്ള ആതിഥ്യ മര്യാദയ്ക്ക് ക്ഷണിച്ചവരായാലും അല്ലാത്തവരായാലും വലിയ ശ്രദ്ധ നൽകണം. ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചതുപോലെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ധ്യാനവും ജപവും ചെയ്യുക. ഒഴിവുള്ള ഓരോ നിമിഷവും ദിവ്യ ചിന്തകളിൽ മുഴുകാൻ ഉപയോഗിക്കണം. ജപവും ധ്യാനവും നിങ്ങളുടെ വീട്ടുകാര്യങ്ങളിൽ തടസ്സമുണ്ടാക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണം. സാധിക്കുമെങ്കിൽ അതിരാവിലെ ധ്യാനം ചെയ്യുക. അങ്ങനെ ദിവസം നിങ്ങളുടെ വീട്ടുകാര്യങ്ങൾക്കായി സ്വതന്ത്രമാക്കാം. ധ്യാനവും ജപവും നിങ്ങൾക്ക് ആത്മീയ പാതയിൽ മുന്നേറാൻ സഹായിക്കും. അത് നിങ്ങളുടെ ഇച്ഛാശക്തി പുറത്തു കൊണ്ടുവരികയും നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ മഹത്തായ ഉദ്യമത്തിൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ മുന്നിലും പിന്നിലും ചുറ്റിലുമായി നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. എൻ്റെ സ്നേഹം നിങ്ങളെ ചുറ്റിപ്പറ്റി സംരക്ഷിക്കുന്ന വജ്രപഞ്ചരമാണ്. ഇതായിരുന്നു അമ്മയുടെ പ്രഭാഷണത്തിൻ്റെ സാരം.
എൻ്റെ സർവ്വ അസ്തിത്വവും ഉന്നതമായി എന്നെനിക്ക് തോന്നി. അമ്മയുടെ പ്രകാശമുള്ള വാക്കുകളാൽ പ്രചോദിതയായി എൻ്റെ ചിന്തകൾ വലിയ ഉയരങ്ങളിലേക്ക് ഉയർന്നു. ഈ മഹത്തായ വിശ്വാസത്തിന് ഞാൻ യോഗ്യയാകാനും അമ്മയുടെ എല്ലാ ശിക്ഷണങ്ങളും പിന്തുടരാനുള്ള ശക്തി എനിക്ക് നൽകാനും എൻ്റെ ഹൃദയത്തിൽ ഒരു നിശബ്ദ പ്രാർത്ഥന ഉയർന്നു. ഞാൻ എഴുന്നേറ്റ് അമ്മയുടെ മുന്നിൽ പ്രണമിച്ചു. എൻ്റെ ശരീരം മാത്രമല്ല, എൻ്റെ ഹൃദയവും ആത്മാവും ആ ദിവ്യപാദങ്ങളിൽ പ്രണമിച്ചു. രാത്രി അതിൻ്റെ ഇരുളിൽ പ്രകാശത്തിനായുള്ള യാചന ഒളിപ്പിച്ചു വയ്ക്കുന്നത് പോലെ എൻ്റെ അബോധത്തിൻ്റെ ആഴങ്ങളിൽ ഒരു നിലവിളി മുഴങ്ങുന്നു. എനിക്ക് നിന്നെ മാത്രം വേണം, നിന്നെ മാത്രം. ഗീതാഞ്ജലി. ഞാൻ വീട്ടിലേക്ക് മടങ്ങി. എനിക്ക് ഊർജ്ജസ്വലത അനുഭവപ്പെട്ടു. എൻ്റെ ദിനചര്യകൾ പിന്തുടരാൻ എനിക്ക് കഴിഞ്ഞില്ല. ഭക്ഷണം കഴിച്ചയുടൻ ഞാൻ കുറച്ച് വിശ്രമിക്കുകയും രാവിലെ നടന്ന സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുന്നതിൻ്റെ സന്തോഷത്തിൽ മുഴുകുകയും ചെയ്തു. അന്നത്തെ സംഭവങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായ ഒരു ധാരണ ലഭിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ വളരെ വലിയ ഒന്നിൻ്റെ പടിവാതിലിലാണെന്ന് എനിക്ക് കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. ദീക്ഷയ്ക്ക് ശേഷം അമ്മ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഇവിടെ ഞാൻ ഒന്ന് നിർത്തുന്നു. അമ്മയെ കാണുന്നതിന് മുമ്പുള്ള വർഷങ്ങളിലെ പരീക്ഷണങ്ങളിലേക്കും കഷ്ടപ്പാടുകളിലേക്കും തിരിഞ്ഞു നോക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ എനിക്ക് കഷ്ടപ്പാടുകളുടെ കാലമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട പലരെയും എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ആ വർഷങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥനകളിൽ എങ്ങനെ വിശ്വാസമർപ്പിച്ചിരുന്നു എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. ചിലപ്പോൾ ദുഃഖകരമായ സംഭവങ്ങളിൽ കൈപ്പേറിയതിനാൽ വിശ്വാസം തളർന്നിരുന്നു. ചിലപ്പോൾ തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം നമുക്ക് എന്നെങ്കിലും മനസ്സിലാക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചോ, ഈശ്വരൻ ശരിക്കും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടും എങ്ങനെയാണ് നമുക്ക് ദുരിതങ്ങൾക്ക് മേൽ ദുരിതങ്ങൾ വർഷിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുക എന്നതിനെക്കുറിച്ചോ സംശയങ്ങളുണ്ടായി. ചിലപ്പോൾ ഈ വിശ്വാസം എന്നെ എവിടെയാണ് എത്തിക്കുന്നതെന്നോ എനിക്ക് എങ്ങനെയാണ് പ്രയോജനം ലഭിക്കുന്നതെന്നോ മനസ്സിലാകാതെ ഞാൻ വിഷമിച്ചിരുന്നു. എന്നാൽ ചില സമയങ്ങളിൽ ഈ ചിന്തകളാൽ വിഷമിച്ചിരുന്നെങ്കിലും എൻ്റെ വിശ്വാസം കൂടുതൽ ആഴത്തിലായി. ഒടുവിൽ എൻ്റെ പ്രശ്നങ്ങൾക്കിടയിൽ അതിനെ മാത്രം മുറുകെ പിടിക്കാൻ ഞാൻ നിർബന്ധിതയായി. ഞാൻ വിശ്വാസം കൈവിട്ടില്ല എന്ന് കേട്ടപ്പോൾ അമ്മയുടെ മുഖത്ത് വലിയ സംതൃപ്തിയുടെ ഒരു ഭാവം വന്നു. ആ പ്രാർത്ഥനകളും വിശ്വാസവും എന്നെ എങ്ങനെ അമ്മയിലേക്ക് നയിച്ചുവെന്നും ഒരു പ്രാർത്ഥന പോലും ഈശ്വരൻ കേൾക്കാതെ പോകുന്നില്ലെന്നും അമ്മ എന്നോട് പറഞ്ഞു. എൻ്റെ ഇരുട്ടിലേക്ക് പ്രകാശകിരണങ്ങൾ തുളച്ചു കയറാൻ തുടങ്ങി. ഞാൻ കടന്നുപോയ എല്ലാ കഷ്ടപ്പാടുകളും അമ്മയിലേക്ക് വഴിയൊരുക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. കഴിഞ്ഞ വർഷങ്ങളിലെ ഈ അസ്വസ്ഥമായ ചിന്തകളും എൻ്റെ ഉള്ളിലെ പ്രേരണകളുമായിരുന്നു അന്നത്തെ വലിയ അനുഗ്രഹത്തിൻ്റെ മുന്നോടികൾ. ഒരു വലിയ സമാധാനം എന്നെ ആവരണം ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നു. ഇരുട്ടിൽ നിന്ന് ഒരു യഥാർത്ഥ ഉത്ഭവം. പരമമായ മാതാവിൻ്റെ പ്രകാശത്തിലും സ്നേഹത്തിലും ജീവിക്കേണ്ട ഒരു ജീവിതം. ആദ്യമായി എൻ്റെ ചിന്തകൾക്ക് ദുഃഖകരമായ സംഭവങ്ങളോടുള്ള കൈപ്പേറിയ ഭാവം നഷ്ടപ്പെട്ടു. ഒരു കൂട്ടം ചിത്രങ്ങൾ പോലെ ഞാനും എൻ്റെ ഭർത്താവും ഭക്തിയുടെ പാതയിലേക്ക് നയിക്കപ്പെട്ട കഴിഞ്ഞ വർഷങ്ങളിലെ വിവിധ ഘട്ടങ്ങൾ എൻ്റെ മുന്നിൽ കണ്ടു. ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1938 ഞങ്ങൾ ഈശ്വരഭക്തരും മതവിശ്വാസികളുമായിരുന്നുവെങ്കിലും ഞങ്ങളുടെ ഭക്തിമാർഗത്തിൽ ഞങ്ങൾ ശരിക്കും മുന്നോട്ട് വരുന്നത് അപ്പോഴാണ്. ഏകദേശം ആ സമയത്താണ് എൻ്റെ ഭർത്താവിന് ഏക അനുജനെ നഷ്ടപ്പെട്ടത്. അദ്ദേഹം വളരെ ലളിതനും സ്നേഹസമ്പന്നനുമായിരുന്നു. അവർക്കിടയിൽ ആഴത്തിലുള്ള സ്നേഹബന്ധം നിലനിന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഈ സഹോദരൻ അഗാധമായി മതവിശ്വാസിയായി മാറുകയും
ഈശ്വരനെക്കുറിച്ചല്ലാതെ മറ്റൊരു ചിന്തയും ഇല്ലാതിരിക്കുകയും ചെയ്തു. ഈശ്വരൻ മാത്രമാണ് പ്രധാനമെന്നും തനിക്ക് പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ഈ സത്യം എൻ്റെ ഭർത്താവ് മനസ്സിലാക്കുമെന്നും അദ്ദേഹം എപ്പോഴും എൻ്റെ ഭർത്താവിനോട് പറയുമായിരുന്നു. സഹോദരൻ്റെ വിയോഗശേഷം എൻ്റെ ഭർത്താവിന് എല്ലാം ശൂന്യമായി തോന്നി. സഹോദരൻ്റെ വാക്കുകളുടെ സത്യം അധികം വൈകാതെ വ്യക്തമായി. ഒരു പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ വിധി അല്ലെങ്കിൽ ആശ്വാസം നേടാനുള്ള അദ്ദേഹത്തിൻ്റെ അടിയന്തര ആവശ്യം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തീവ്രമായ പ്രാർത്ഥനകളിലേക്കും പൂജകളിലേക്കും തിരിച്ചുവിട്ടു. അദ്ദേഹം ശക്തി ഉപാസകനായി മാറി. തുടക്കത്തിൽ ചുരുക്കം ചിലർക്ക് മാത്രമേ അതറിയാമായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ആരാധനയുടെ തീവ്രത അത്ര വലുതായിരുന്നു. ദിവ്യമാതാവ് വെറും ഒരു മാനസിക സൃഷ്ടി മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിന് ദേവി ഒരു ജീവനുള്ള അസ്തിത്വമായിരുന്നു. എപ്പോഴും തൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുകയും ജീവിതത്തിലെ എണ്ണമറ്റ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുവാൻ സഹായിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഒരു ദൃശ്യാനുഭവത്തിൽ നിന്നായിരുന്നില്ല. അത് അമ്മയുടെ അദൃശ്യ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഒരു ആന്തരിക ബോധം കൊണ്ടായിരുന്നു. അദൃശ്യയായ മാതാവ് എപ്പോഴും തന്നോടൊപ്പം ഉണ്ടെന്നും തന്നെ സംരക്ഷിക്കുമെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ചലനാത്മകമായ വിശ്വാസത്തിൻ്റെ സ്വഭാവമായിരുന്നു അത്. ദിവ്യമാതാവ് അദ്ദേഹത്തിന് തൻ്റെ ഭൗതിക അമ്മയെപ്പോലെ അടുപ്പമുള്ള ആളായിരുന്നു. ദൈനംദിന ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ നേരിടാൻ അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹം ദേവിയോട് ഒരു കുട്ടിയെപ്പോലെ നിർഭയമായി സംസാരിക്കുകയും സംബോധന ചെയ്യുകയും ചെയ്യുമായിരുന്നു. അർദ്ധരാത്രിക്ക് ശേഷവും ഞങ്ങളുടെ വീട് ദേവിയുടെ മഹത്വത്തെക്കുറിച്ചുള്ള മനോഹരമായ ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രുതിമധുരമായ പാരായണങ്ങളാൽ പ്രതിധ്വനിക്കുമായിരുന്നു. അദൃശ്യയായ ദേവിയോടുള്ള അദ്ദേഹത്തിൻ്റെ മധുരവും സ്നേഹനിർഭരവുമായ അടുപ്പം കണ്ട് ഞാൻ പലപ്പോഴും അത്യധികം ആകർഷിക്കപ്പെട്ടിരുന്നു. ക്രമേണ ദുർഗാദേവിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആരാധനയുടെ തീവ്രതയും ആത്മാർത്ഥതയും ഒരു കാന്തത്തെ പോലെ എന്നെ ആകർഷിച്ചു. ഞാനും സ്വാഭാവികമായി ദിവ്യമാതാവിൻ്റെ ആരാധികയായി മാറി. സർവശക്തൻ്റെ വഴികൾ വിചിത്രവും ദുരൂഹവുമാണ്. അങ്ങനെ സർവശക്തിയായ അമ്മ ഞങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദർശമായി മാറി. ശക്തിയുടെ ഈ കേന്ദ്രീകൃതമായ ആരാധനയും അമ്മയിലുള്ള ഈ കുട്ടിക്കാലത്തെ വിശ്വാസവും അദൃശ്യ ശക്തിയിലേക്കുള്ള ഈ തിരിയലും അതിൻ്റെ തീവ്രതയിൽ ഞങ്ങൾ ഒന്നിച്ച പങ്കാളികളും ഭാഗഭാക്കുകളുമായിരുന്നത് ദിവ്യഹിതത്താൽ പ്രചോദിപ്പിക്കപ്പെട്ടതാണെന്നും മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പദ്ധതിയുടെ ഭാഗമാണെന്നും പരമമായ പരാശക്തി തൻ്റെ മഹത്തായ ആഗമനത്തെ അംഗീകരിക്കുന്നതിനും തൻ്റെ കാരുണ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കും വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരഴങ്ങിൻ്റെ ക്രമാനുഗതമായ വെളിപ്പെടുത്തലാണെന്നും അന്ന് ഞങ്ങൾക്ക് എങ്ങനെ സങ്കല്പിക്കാനോ സ്വപ്നം കാണാനോ കഴിയുമായിരുന്നു? ഓ അമ്മേ, ഈ മഹത്തായ ആവിർഭാവത്തിലെ അങ്ങയുടെ ലീല അത്ഭുതകരവും നിഗൂഢവുമാണ്. അക്കാലത്ത് ഞങ്ങൾ തിരുവിതാംകൂറിൻ്റെ തെക്ക് ഭാഗത്താണ് താമസിച്ചിരുന്നത്. അവിടെ ആരാധന കൂടുതൽ തീവ്രമായി. കഷ്ടപ്പെടുന്ന സമയങ്ങളിൽ ദേവിയുടെ കൃപയുടെ അത്ഭുതകരമായ ഇടപെടലുകളുണ്ടായി. അധികം വൈകാതെ എൻ്റെ ഭർത്താവ് അവിടുത്തെ ബിസിനസ് അവസാനിപ്പിച്ചു. ഞങ്ങൾ കുറച്ചുകാലം തൃശ്ശൂരിൽ താമസിച്ചു. സംസാര സാഗരത്തിലെ തിരമാലകൾ ഉയരുന്നതും താഴുന്നതും പോലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി കടന്നുപോയി. ഞങ്ങൾക്ക് 1949 അമ്മയെ കണ്ടുമുട്ടുന്നത് വരെ കഴിഞ്ഞ 14 വർഷം മാനസിക യാതനകളുടെയും അസ്വസ്ഥതകളുടെയും കാലഘട്ടമായിരുന്നു. ഞങ്ങൾക്ക് അജ്ഞാതമായി ഭയാനകമായ കൊടുങ്കാറ്റിൻ്റെ വരവ് വിളിച്ചറിയിച്ചുകൊണ്ട് ഇരുണ്ട മേഘങ്ങൾ ചക്രവാളത്തിൽ ഉരുണ്ടുകൂടുകയായിരുന്നു. ദുരന്തം എൻ്റെ കുടുംബത്തെ കീഴടക്കാൻ തുടങ്ങി. എൻ്റെ സഹോദരിക്ക് അസുഖം ബാധിക്കുകയും അവളുടെ യൗവനത്തിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങളിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോവുകയും ചെയ്തു. എൻ്റെ സഹോദരൻ്റെ വലിയ ദുഃഖം ഞങ്ങളുടെ ദുഃഖം കൂടിയായിരുന്നു.
ഏതാനും മാസങ്ങൾ കടന്നുപോയി. ഞങ്ങൾ നഷ്ടവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങിയിരുന്നപ്പോഴാണ് ഇടിമിന്നൽ പോലെ ടാറ്റാ നഗറിൽ നിന്ന് എൻ്റെ സഹോദരൻ പെട്ടെന്ന് മരിച്ചുപോയെന്ന വാർത്ത വന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ടതിനാൽ ആ 2 സഹോദരങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും അച്ഛനെ പോലെയായിരുന്നു. ആ സഹോദരൻ ഉദാരമതിയും വലിയ ഹൃദയമുള്ളവനും സ്നേഹസമ്പന്നനും ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ടവനുമായിരുന്നു. ദുഃഖക്കണ്ണീർ എന്നിൽ ഉണങ്ങിപ്പോയി. കാരണം ആ ഉത്തമ പുത്രനെ പ്രസവിച്ച അമ്മ അത് ഇത്ര ധൈര്യമായി സഹിക്കുമ്പോൾ ഞാൻ എങ്ങനെ എന്നെക്കുറിച്ച് ചിന്തിക്കാൻ ധൈര്യപ്പെടും? ഏതാനും മാസങ്ങൾ ദുരിതപൂർണമായ ഇരുണ്ട ദിവസങ്ങളായി ഇഴഞ്ഞു നീങ്ങി. എൻ്റെ സഹോദരിക്ക് ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വിദ്യാർത്ഥി, കുലീനനായ ഒരു കുട്ടി, സ്വഭാവത്തിൽ ശുദ്ധൻ. അവൻ്റെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും പ്രിയപ്പെട്ടവൻ. ഞങ്ങളെ നിത്യദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഒരു ചെറിയ അസുഖത്തിന് ശേഷം വിധി അവനെയും ഞങ്ങളിൽ നിന്ന് തട്ടിയെടുത്തു. ഈ ക്രൂരമായ പ്രവൃത്തി അനുവദിച്ചതിന് എനിക്ക് ഈശ്വരനോട് പോലും കൈപ്പേറിയ ദുഃഖം തോന്നി. ഞാൻ ആ കൈപ്പേറിയ വേദന ഉള്ളിലൊതുക്കി. കാരണം അവിടെയും ദുഃഖിതരായ മാതാപിതാക്കളെയും മുത്തശ്ശിയെയും ആദ്യം പരിഗണിക്കണമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു ഇരുട്ട് പരന്നു. ഭാവിയെക്കുറിച്ചുള്ള ഭയം. പല ദിവസങ്ങളിലും വീടൊരു ക്ഷേത്രമായി മാറി. രാവിലെ മുതൽ രാത്രി വരെ കൂടുതലും ദേവിക്കായി പുരോഹിതന്മാർ പൂജകളും പ്രാർത്ഥനകളും മാത്രമാണ് നടത്തിയിരുന്നത്. ക്രമേണ ഭക്തി നിർഭരമായ അന്തരീക്ഷം സമാധാനപരമായ ഒരനുഭവം കൊണ്ടുവന്നു. ഇരുണ്ട ദിവസങ്ങൾ അവസാനിച്ചുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുവാൻ തുടങ്ങി. കാരണം ഓരോ രാത്രിക്ക് ശേഷവും ഒരു പകലുണ്ടാകണമല്ലോ. ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിലൂടെ ഞങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ദുരന്തം വീണ്ടും ഞങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ ഞാൻ ഒന്ന് നിർത്തുകയും എല്ലാ അർത്ഥത്തിലും ശരിക്കും മഹാനായിരുന്ന ഒരാൾക്ക്, എൻ്റെ സഹോദരൻ ഡോക്ടർ ടി ഭാസ്കരമേനോന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം തൻ്റെ തൊഴിലിന് ഒരു അലങ്കാരവും തൻ്റെ വീടിന് ഒരു അനുഗ്രഹവുമായിരുന്നു. അദ്ദേഹം സഹോദരന്മാരിൽ ഏറ്റവും വാത്സല്യമുള്ളവനായിരുന്നു. എനിക്ക് സഹോദരനും അച്ഛനുമായിരുന്നു അദ്ദേഹം. എൻ്റെ കുട്ടിക്കാലം മുതൽ അദ്ദേഹം എൻ്റെ കൂടെ നിന്നിരുന്നു. എന്നെ നയിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ യുവഹൃദയത്തിൽ മനോഹരവും ഉന്നതവുമായ ആദർശങ്ങളുടെ തീ ആളിക്കത്തിച്ചു. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം ആരാധിച്ചിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുടനീളം അദ്ദേഹം ഞങ്ങളുടെ ശക്തിയുടെ തൂണായിരുന്നു. പിന്തുണയ്ക്കും മാർഗനിർദ്ദേശത്തിനുമായി ഞങ്ങൾ എപ്പോഴും അദ്ദേഹത്തെയാണ് ആശ്രയിച്ചിരുന്നത്. അദ്ദേഹമില്ലാതെ ഒരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എപ്പോഴും വിനയവും തുറന്ന മനസ്സും പുരുഷത്വവും കുലീനത്വവുമുള്ള അദ്ദേഹം ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ അവസരം ലഭിച്ച എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അദ്ദേഹം ഒരു പ്രമുഖ പാത്തോളജിസ്റ്റ് ആയിരുന്നു. സർക്കാർ അദ്ദേഹത്തെ യൂറോപ്പിൽ പരിശീലനത്തിനായി നിയോഗിച്ചു. ലണ്ടനിലെത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വിയോഗത്തെക്കുറിച്ച് ഒരു കേബിൾ ഞങ്ങൾക്ക് ലഭിച്ചു. എൻ്റെ ചെവിക്ക് ചുറ്റും ലോകം തകർന്നു വീണു. ഞങ്ങൾ വീട്ടിലേക്ക് പാഞ്ഞെത്തി. എൻ്റെ അമ്മയെ ഓർത്ത് എൻ്റെ ഹൃദയം വേദനിച്ചു. അയ്യോ, അമ്മയുടെ മുഖത്തെ ആ തളർന്ന ഭാവം. കടുത്ത ദുരന്തത്തിനു മുന്നിൽ എനിക്ക് നിസ്സഹായത തോന്നി. പുറമേ ഞാൻ ശാന്തയാകാൻ ശ്രമിച്ചു, പക്ഷെ ഉള്ളിൽ ഞാൻ തകരുകയായിരുന്നു. അക്കാലത്ത് ഞാൻ ഗർഭിണിയായിരുന്നു. ആരോഗ്യപരമായി വളരെ ദുർബലയായിരുന്നു. വർഷങ്ങളായി നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ അവസാന പരിധിയിലെത്തിയെന്ന് എനിക്ക് തോന്നി. ഞാനൊരു നാഡീക്ഷയക്കാരിയായി മാറി. 2 ആഴ്ച ദുരിതപൂർണമായി കടന്നുപോയി. ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങി. മടക്കയാത്ര വളരെ പ്രയാസകരമായിരുന്നു. വേദനയും വിഷമവും എന്നെ വല്ലാതെ അലട്ടുകയും എന്നെ ഒരു വലിയ നാഡീ പിരിമുറുക്കത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു. വഴിയിൽ കോട്ടയത്ത് ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്നു. അവിടെ ഡോക്ടർമാർ എനിക്ക് മോർഫിയയും മറ്റു മരുന്നുകളും നൽകേണ്ടി വന്നു.
പ്രതികരണം ആരംഭിച്ചു. ഒരു കനത്ത മരവിപ്പ് എന്നെ പിടികൂടി. ജീവിതം തന്നെ ഒരു ഭാരമാണെന്ന് എനിക്ക് തോന്നി. ആ നിമിഷം മുതൽ ഭാവിയെക്കുറിച്ചുള്ള ഒരു ഭയം എന്നെ കീഴടക്കാൻ തുടങ്ങി. ആസന്നമായ വിനാശത്തെക്കുറിച്ചുള്ള ഭയം. ഇവിടെയും പ്രാർത്ഥനകളുടെ ശക്തി മാത്രമാണ് യാതൊരു അപകടവുമില്ലാതെ യാത്ര പൂർത്തിയാക്കാൻ എന്നെ സഹായിച്ചത്. പരിസ്ഥിതിയിലെ മാറ്റം, സന്തോഷകരമായ അന്തരീക്ഷം, ചുറ്റുമുള്ളവരുടെ സ്നേഹപൂർവമായ സഹായം എന്നിവ എന്നെ അല്പം സഹായിച്ചു. എൻ്റെ ആരാധിക്കപ്പെട്ട സഹോദരനെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചു. എന്നിട്ടും ചിന്തകൾ വരികയും എന്നെ അഗാധമായ വിഷാദത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു. അതിൽ നിന്ന് എനിക്ക് കരകയറാൻ കഴിഞ്ഞില്ല. ഞാൻ പ്രാർത്ഥനകളിൽ മുഴുകി. രാവും പകലും എനിക്ക് മറ്റൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. പ്രാർത്ഥനയിൽ മാത്രം ഞാൻ കുറച്ച് ആശ്വാസം കണ്ടെത്തി. ഏതാനും ആഴ്ചകൾ കടന്നുപോയി. എൻ്റെ പരീക്ഷണത്തിൻ്റെ സമയം വന്നു. 3 ദിവസത്തെ യാതനകൾ കടന്നുപോയി. എല്ലാവരും നിസ്സഹായരായി കാത്തിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തത്ര അസുഖമായിരുന്നു. എന്നെ സഹായിക്കാൻ ദേവിയോട് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു. എൻ്റെ അവസ്ഥയിൽ ഡോക്ടർമാർ പോലും നിസ്സഹായരായിരുന്നു. ഇവിടെയും ദേവിയുടെ അനുഗ്രഹം നിലനിന്നു. കഷ്ടപ്പെടുന്ന സമയങ്ങളിൽ ഒരു പ്രത്യേക പൂജ നടത്തേണ്ടതുണ്ടെന്ന് ഞങ്ങൾക്ക് ഓർമ്മ വന്നു. എൻ്റെ ഭർത്താവ് അത് ചെയ്യുകയും എനിക്ക് പ്രസാദം നൽകുകയും ചെയ്തു. അധികം വൈകാതെ എല്ലാം സ്വാഭാവികമായി അവസാനിച്ചു. ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങി. പൂർണ്ണമായും ക്ഷീണിതയും ദുർബലയുമായിരുന്നു. കുഞ്ഞിനെ ഒരു നിമിഷം മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. ക്ഷീണത്തിൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ നിശബ്ദതയിൽ എന്തോ അശുഭകരമായ ഒന്ന് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. എൻ്റെ പനി പകരുമോ എന്ന ഭയത്തിൽ കുഞ്ഞിനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് എൻ്റെ ഭർത്താവും സഹോദരിയും എന്നോട് പറഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് ഒരു കപടഭാവം, ഒരു തരം കള്ളച്ചിരി ഉണ്ടായിരുന്നു. നിശബ്ദത തുടർന്നു. ഒരു ചെറിയ കരച്ചിൽ പോലും എൻ്റെ ചെവികളിൽ എത്തിയില്ല. വാക്കുകളില്ലാതെ ഞങ്ങൾ അത്രയധികം പ്രതീക്ഷകൾ അർപ്പിച്ചിരുന്ന ആ ചെറിയ ജീവൻ ഏതാനും മണിക്കൂറുകൾ ഞങ്ങളുടെ മകനായിരുന്ന ശേഷം അത് വന്ന സ്ഥലത്തേക്ക് തിരിച്ചുപോയി എന്നെനിക്കറിയാമായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു. പക്ഷേ അത് പുറത്തു വന്നില്ല. കണ്ണുനീരും വന്നില്ല. എങ്ങനെ വരും? കണ്ണുനീർ അതിൻ്റെ അതിരുകൾ ഭേദിച്ചൊഴുകാൻ കാത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ പ്രവാഹത്തെ തടയാൻ കഴിയുന്ന ഒരാളുടെ കാഴ്ചയിൽ മാത്രം. ഞാൻ സന്തോഷം നടിച്ചു. രാത്രി വന്നു. ആ കുഞ്ഞിനെക്കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു. പനി കൂടാൻ തുടങ്ങി. അധികം വൈകാതെ എല്ലാം ബോധരഹിതമായ അവസ്ഥയിലേക്ക് മറഞ്ഞു. പിന്നീട് എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, ബോധരഹിതമായ അവസ്ഥയിലും ഞാൻ ദേവിയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നെന്നും എൻ്റെ ഭർത്താവിനെയും പ്രാർത്ഥിപ്പിച്ചെന്നും. അങ്ങനെയല്ലാതെ എങ്ങനെയാകും? സർവകരുണാമയിയായ അമ്മ വളരെ അടുത്തായിരുന്നുവെന്ന് തീർച്ച. അങ്ങനെ അബോധാവസ്ഥയിലും എനിക്ക് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. ആ ബോധരഹിതമായ അവസ്ഥയിൽ പോലും മറ്റൊരു ബോധമണ്ഡലത്തിൽ എൻ്റെ അന്ത്യം അടുത്തുവെന്ന് എനിക്കറിയാമായിരുന്നു. ഭയം ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രാർത്ഥനകൾ സ്വാഭാവികമായി വന്നു. ആ സുഖത്തിൽ നിന്ന് എന്നെ സുരക്ഷിതമായി പുറത്തു കൊണ്ടുവന്നത് എൻ്റെ പ്രാർത്ഥനകൾ മാത്രമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ക്രമേണ ബോധം എനിക്ക് തിരികെ വന്നു. ജീവിതത്തിലെ ദുഃഖകരമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരികെ വലിച്ചിഴക്കപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ബോധരഹിതമായ അവസ്ഥയിൽ തുടർന്നിരുന്നുവെങ്കിൽ എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചു. ദിവസങ്ങൾ സാവധാനം കടന്നുപോയി. എൻ്റെ രോഗമുക്തി ആരംഭിച്ചു. എൻ്റെ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും ഭർത്താവിൻ്റെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെയും അഗാധമായ സ്നേഹവും പരിചരണവും എന്നെ ചുറ്റിപ്പറ്റി നിന്നു. പക്ഷേ അതെല്ലാം നിഷ്പ്രയോജനമായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ കൂടുതൽ വിഷാദത്തിലേക്കായി. മിക്കവാറും സമയം ഞാൻ പ്രാർത്ഥനകളിൽ ചിലവഴിച്ചു. പക്ഷേ അതും എനിക്കൊരാശ്വാസവും നൽകിയില്ല. ബാഹ്യലോകം ഞാൻ സന്തോഷവതിയും സംതൃപ്തയുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുമായിരുന്നു. കാരണം എനിക്കൊരു സ്നേഹവാനായ ഭർത്താവില്ലായിരുന്നോ?
ഞാൻ 3 ഓമനകളും സ്നേഹസമ്പന്നരുമായ കുട്ടികളുടെ അമ്മയായിരുന്നില്ലേ? പിന്നെ സഹായിക്കാൻ വളരെയധികം താല്പര്യമുള്ള ധാരാളം സുഹൃത്തുക്കളും ബന്ധുക്കളും എനിക്കില്ലായിരുന്നോ? എന്നിട്ടും എൻ്റെ വിഷാദത്തിൽ നിന്ന് പുറത്തു വരാൻ എനിക്ക് കഴിഞ്ഞില്ല. ജീവിതത്തോടുള്ള, കുട്ടികളോടുള്ള താല്പര്യം പോലും ഇല്ലാതായെന്ന് തോന്നി. എപ്പോഴും ഒരു അവ്യക്തമായ ഭയം എന്നെ വേട്ടയാടി, രാവും പകലും. ഉറക്കം എന്നെ ഉപേക്ഷിച്ചു. ഒരു മരുന്നുകൾക്കും ഫലമുണ്ടായില്ല. അങ്ങനെയാണ് ഞാൻ മദ്രാസിലെത്തിയത്. എൻ്റെ രോഗത്തിലും നിരാശയിലും എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഇപ്പോൾ എന്നെ തൻ്റെ കാരുണ്യത്തിൻ്റെ തണലിൽ സ്വീകരിക്കുകയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് എന്നെ നയിക്കുകയും തൻ്റെ സർവ്വവ്യാപിയായ സ്നേഹത്താലും അതിരുകളില്ലാത്ത ശക്തിയാലും എന്നെ സംരക്ഷിക്കുകയും ചെയ്ത ഒരാളുടെ പാദങ്ങളിലേക്ക് ഞാൻ പടിപടിയായി നയിക്കപ്പെട്ടു. ആ ദുഃഖകരമായ ദിവസങ്ങളിലെ ചിത്രങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ വേദനയുടെയും ദുഃഖത്തിൻ്റെയും മൂർച്ചയേറിയ ഇരുണ്ട വരകളും പാടുകളും എൻ്റെ ഉള്ളിൽ ഉദിച്ച വലിയ ധാരണയുടെ മൃദുലമായ വെളിച്ചത്തിൽ അലിഞ്ഞുപോയി. അവ ഒരു സന്ദേശം മാത്രം മുന്നോട്ട് വെച്ചു, സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സന്ദേശം. ഓ അമ്മേ, എൻ്റെ മുറിവേറ്റ ഹൃദയത്തിന് ആശ്വാസം നൽകിയതിനും എൻ്റെ മേൽ പരത്തിയ അത്ഭുതകരമായ സമാധാനത്തിനും ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ നിത്യമായ കൃതജ്ഞതയോടും സമർപ്പണത്തോടും കൂടി താഴ്മയോടെ പ്രണമിക്കുന്നു. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.